ഗോകുൽ, തീർച്ചയായും ഇതേ കടന്ന കൈ പ്രയോഗത്തിലൂടെയാണ് ഒരു ചെറുപ്പക്കാരന് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സീരിയസ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻസ്. ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ പരസ്യം കാണുന്നതിൻ്റെ ഇടക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലോ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ വെരിഫൈഡ് അല്ലാത്ത ഇതേപോലത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പം നമ്മളത് ഡൗൺലോഡ് ചെയ്യുകയും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ആപ്ലിക്കേഷൻസിൽ വരുന്ന മലീഷ്യസ് ആയിട്ടുള്ള കോഡ് അത് ഇൻസ്റ്റാൾ ചെയ്ത ഫോണിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട പെർമിഷൻസ് ആയിട്ടുള്ള നമ്മുടെ ഗാലറി ആക്സസ്, അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൻ്റെ ആക്സസ്, മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുകയും നമ്മുടെ ഡിവൈസിൻ്റെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലാകുകയും ചെയ്യും. ഇതൊന്നും അറിയാതെ ഒരു സാധാരണക്കാരൻ ആ ഫോൺ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ വാട്സപ്പിൽ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നോ ഒക്കെ നമുക്ക് മെസ്സേജ് വരികയും ചെയ്യും. അപ്പോൾ ലോൺ തിരിച്ചടയ്ക്കണമെന്ന് പറയും. അപ്പോൾ നമ്മളിത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂഡ് ഫോട്ടോസ് നമ്മുടെ ഫ്രണ്ട്സിന് അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്ക് അയക്കുമെന്ന് പറഞ്ഞാൽ അവർക്കിടെ നമ്പറും നമുക്ക് അയച്ചു തരും അവർ. അപ്പോൾ ഇത് കണ്ട് പേടിച്ചാണ് പലരും പേയ്മെൻറ്റ് അടക്കുന്നത്. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് അടക്കാൻ പോയി കഴിഞ്ഞാൽ അവർ റിപ്പീറ്റായിട്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൂഫിനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആധാർ കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ് എന്നിവ ദുരുപയോഗം ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് സൈബർ സെല്ലിൽ നമ്മളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് മറക്കരുത്. അതിന് വേണ്ട ഡീറ്റെയിൽസും ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം അവർ തരുന്ന ലിങ്കിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ആവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും. ഇവരെ പിടിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ പുറത്താണ് ഇവർക്കിടെ ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ലോണ് എല്ലാം എടുക്കുക. കൂടാതെ നിങ്ങളുടെ അടുത്തുള്ള ലോണ് തരുന്ന എന്തെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ ഓൺലൈനായിട്ട് കുരുക്കിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൺട്രോളിലേക്ക് ആയിപ്പോകും. ഇനി ഇതേപോലെയുള്ള ഫേക്ക് ലോണിൽ നിന്ന് എങ്ങനെ ഫണ്ട് അടിക്കുക എന്നുള്ള രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.